ഒന്ന് ഹിന്ദി, പിന്നെ ഇംഗ്ലീഷും മലയാളം. നമുക്ക് ഹിന്ദിയുടേത് അങ്ങനെ വഴങ്ങൂലല്ലോ. അപ്പോൾ അത് വായിക്കാൻ തന്നെ പിന്നെ ടീച്ചർ വായിച്ചു തരും. അതുകൊണ്ട് പിന്നെ അക്ഷരങ്ങൾ തമ്മിൽ പിടിച്ചൊക്കെ ചെയ്യാൻ പറ്റുമ്പോൾ എന്തെങ്കിലും പഠിക്കണമെന്ന് ചെറുതിലെ മനസ്സിലുണ്ടായിരുന്നു. പിന്നെ വൈകി പോകുന്നതോറും ആദ്യമുണ്ട്, ഒരുപാട് താമസിച്ച് പോയില്ലേ എന്ന് പിന്നെ എപ്പോഴും തോന്നും. അങ്ങനെ അവിടുത്തെ സ്കൂളിൽ ഇങ്ങനെ ഇതിങ്ങനെ ഒരു ടൈമിൽ അവരുടെ ഒരു ഫങ്ഷന് പോയപ്പോൾ ഞാൻ ഇങ്ങനെ പറയുകയും ചെയ്തു, എനിക്ക് അവസരം കിട്ടിയതുപോലെ പഠിക്കണമെന്നുണ്ടെന്ന്. അപ്പോൾ പിന്നെ കൂട്ടുകാരെല്ലാം കൂടെ അതിനെ പ്രോത്സാഹിപ്പിക്കാൻ തുടങ്ങി. അവിടുത്തെ മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പളും കൂടെ പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ ഇറങ്ങിയതാണ്. അപ്പോഴാണ് അടുത്ത കടമ്പ 4 വരെയല്ലേ ഉള്ളൂ, 7ാം ക്ലാസ് കഴിയാതെ പിന്നെ നിയമ തടസ്സം ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ കഴിഞ്ഞു. നാളെ സാമൂഹ്യ പഠം ഇപ്പോൾ പഠിക്കണം. അതിന് പറഞ്ഞായിരുന്നു, ടീച്ചറെല്ലാം പറഞ്ഞുതരും. ഒരാഴ്ചയായിട്ട് ഒതുങ്ങിയിരുന്നു. എന്നിട്ടും രാവിലെ നോക്കാവും മറന്നു. പിന്നെ ഈ ചെറുപ്പകാലത്ത് ഈ കുടുംബത്തിൻ്റെ ഒരു സ്ഥിതിയൊക്കെ കൊണ്ടാണോ പഠിക്കാനായിട്ടുള്ളത് പറ്റാത്തത്? അന്ന് പറ്റാത്ത അതുകൊണ്ടൊക്കെ തന്നെയാണ്. പിന്നെ തന്നെയല്ല, അതൊരു വലിയ കാര്യമാണെന്ന് ആരും പറയുന്നത് കേൾക്കാനുമില്ല. കൂടെയുള്ളവരൊക്കെ മതിയാക്കി പോയിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പോഴത് അന്ന് അങ്ങനെ ആയിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ ഒരു അപകടം അറിയില്ലായിരുന്നു, പറ്റുകയില്ലായിരുന്നു. പിന്നെ പറ്റുമ്പോഴങ്ങനെ എന്നെ സമാധാനപ്പെടുത്താൻ വേണ്ടി പഠിച്ചു. എല്ലാവരും സപ്പോർട്ടാണ്. കൂട്ടുകാരും ഒക്കെ ചെയ്യുന്നത് നല്ലതാണെന്ന് പറഞ്ഞു. വീട്ടുകാർക്കും പിള്ളേരും അച്ഛനും ഇഷ്ടമാണ് കൊതിയെങ്കിൽ ചെയ്യുന്നൊക്കെ പറയും. മോള് വരുമ്പോഴത്തേക്ക് വല്ലതും പറഞ്ഞു തരും. ഹിന്ദിയൊക്കെ എഴുതിയ അക്ഷരങ്ങളൊക്കെ ഓരോന്നും കാണിച്ചു തന്നിട്ട് പോയി. എന്നിട്ടും വേറൊരു അക്ഷരങ്ങളൊക്കെ ആയിപ്പോകും നമ്മൾ എഴുതി വരുമ്പോഴേ. വലിയ സന്തോഷമുണ്ട്. ഒരു പ്രസിദ്ധനായ ഒരു നടൻ നമ്മുടെ 7ാം തരം തുല്യതാ പരീക്ഷ എഴുതുന്നതിൽ നമുക്ക് വളരെയധികം സന്തോഷമുണ്ട്. സാക്ഷരതാ മിഷന് ഒരു അഭിമാനമാണത്. പരീക്ഷാ ഹാളിൽ സ്കൂളിലിരുന്ന് എങ്ങനെയാണോ ഒരാൾ പരീക്ഷ എഴുതുന്നത് അതേ രീതിയിലാണ് അദ്ദേഹവും പരീക്ഷ എഴുതുന്നത്. എന്ന് വെച്ചാൽ പരീക്ഷ എഴുതാൻ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സ് സ്കൂളിലെ കുട്ടികളുടെ ആ മൈൻഡിലോട്ട് പോയി. വളരെ നല്ല രീതിയിൽ പരീക്ഷ എഴുതി കാര്യങ്ങളെല്ലാം അറിയാമെന്നുള്ള ഒരാളുമാണ്. ഹിന്ദിക്ക് മാത്രമേ ഒരു ചെറിയ ഇതായിട്ട് വന്നുള്ളൂ. ബാക്കി വിഷയങ്ങളെല്ലാം നല്ലതായിട്ടാണ് പരീക്ഷ എഴുതിയത്. മലയാളമൊക്കെ നല്ല അറിവുള്ള ഒരാളാണ്. നമ്മുടെ സാക്ഷരതാ മിഷൻ്റെ 10ാം ക്ലാസ് പഠിക്കുന്നെങ്കിൽ 7ാം തരം തുല്യതാ പരീക്ഷ ജയിച്ചിരിക്കണം. 17 വയസ്സ് പൂർത്തിയായിരിക്കണം. അപ്പോൾ അന്ന് സർട്ടിഫിക്കറ്റിൽ 7ാം ക്ലാസ് ജയിച്ചിട്ടില്ലാത്തതുകൊണ്ട് 7ാം തരം അതാണ് നമ്മുടെ ഈ പരീക്ഷ എഴുതിയത്. ഇനി അദ്ദേഹത്തിന് ഹൈസ്കൂൾ പഠിക്കണം, 10ാം തരം തുല്യതാ പരീക്ഷ എഴുതണമെന്നാണ് ആഗ്രഹം. അത് കഴിഞ്ഞ് ഹയർ സെക്കൻഡറിക്കും പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ ആഗ്രഹം നമ്മളുടെ പറഞ്ഞിട്ടുണ്ട്.